കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എസ്ക്രോസ് ആണ്, മാരുതി എസ്ക്രോസ്. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി വന്നിരിക്കുന്ന വാഹനമാണ്, ഡീസലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മൾ എസ്ക്രോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2018 മോഡൽ എസ്ക്രോസ് ആണ്. അതുകൂടാതെ തന്നെ കിലോമീറ്ററൊന്നും കാര്യമായിട്ട് ഓടിയില്ല. ഡീസൽ വണ്ടി ആണെങ്കിലും അധികം കിലോമീറ്ററൊന്നും ഓടിയില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. എത്രയാണ് കിലോമീറ്റർ ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കും, വിശദമായിട്ട് കാണിച്ചു തരാം. അതുകൂടാതെ തന്നെ 18 എസ്ക്രോസ് സ്മാർട്ട് ഹൈബ്രിഡ് സീറ്റ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ സീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫുൾ ഓപ്ഷൻ ജസ്റ്റ് താഴേക്കുന്ന വാഹനമാണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം കാണിച്ചു പോകുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എസ്ക്രോസ് ആയിട്ടാണ്. അപ്പോൾ എനിക്കറിയാം എസ്ക്രോസ് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന വാഹനമാണ്. എസ്ക്രോസ് ഈ പറഞ്ഞ പോലെ തന്നെ മാരുതിയുടെ ഇറങ്ങിയേക്കണ ക്വാളിറ്റി സാധനങ്ങളിൽ ഒന്നാണ് എസ്ക്രോസ് വന്നിരിക്കണത്. അപ്പോൾ ഈ ഒരു വാഹനം ഡീസലാണ്, 2018 മോഡൽ വണ്ടിയാണിത്. ഇതിൻ്റെ ഫുള്ള് വീഡിയോ നമുക്ക് പോയേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതേപോലെ നമുക്കിനി ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ ഈ ഒരു കളർ എസ്ക്രോസിൻ്റെ വളരെയധികം ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു കളറാണ്. നെക്സ ബ്ലൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കളർ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു കളറിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ സ്മാർട്ട് ഹൈബ്രിഡാണ്. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അറിയാം, അതിൻ്റെ രീതിയിലുള്ള ബാറ്ററിയുടെ സപ്പോർട്ടൊക്കെ ഇതിനൊപ്പം വരുന്നതുകൊണ്ട് തന്നെ മൈലേജും കാര്യത്തിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് DDIS ടെക്നോളജിയിൽ വന്നിരിക്കുന്നതാണ്, നമുക്കിവിടെ കാണാം. പിന്നെ മാരുതിയുടെ ഡീസൽ വണ്ടികളൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഇനി നമുക്കൊരിക്കലും ഡീസൽ വണ്ടി മാരുതിയുടെ ഇനി വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ 2018 നമുക്ക് ഈ ഒരു ഡീസൽ വണ്ടികൾ മാരുതിയുടെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനി സുഖമായിട്ട് പറയുന്ന പൈസക്ക് വാങ്ങിച്ച് ഓടിച്ച് നടക്കാവുന്നതാണ്. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്കൊന്ന് പോയേക്കാം. വീലാസും എയർ കണ്ടീഷനിലേക്ക് പോകാം. വീലാസ് നോക്കാം. നല്ല ക്വാളിറ്റി നിൽക്കുന്ന വീലാസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി നിൽക്കുന്ന അലോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബോണറ്റ്, ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റിലൂടെ കിട്ടുന്നില്ല. ഗില്ലിലേക്ക് വരാം. ഗില്ല് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗില്ല് നമുക്ക് കൂടെ കാണാൻ പറ്റും. ലാംപ്സൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാംപ്സും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാംപ്സും കൂടെ കാണാം. ഫ്രണ്ട് പോർഷൻ നോക്കാം. അല്ല, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ കൂടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ വീലാസിലേക്ക് പോയേക്കാം. ഈ വീലാസും ഓക്കെയാണ്. ഇവിടെ ചെറുതായിട്ട് ഈ ഫൈബർ ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. ഗിയർ സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് പോർഷൻ ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. കാണാം. ഇവിടുത്തെ ടയർ നല്ല ഗ്രിപ്പ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ഇവിടെ ഡിഫോക്കസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കാണാൻ പറ്റും. താഴെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ബമ്പേഴ്സ്. ഇവിടെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ തന്നെ അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കാണാൻ പറ്റും. സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ 4 പവർ വിൻഡോസും അതേപോലെ ORM കൺട്രോളും കാര്യങ്ങളൊക്കെ കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ഡോർസ് നോക്കാം. ഡോർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസും കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നല്ല നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സും കൂടെ കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാം. ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റമാണത്, അവിടെ എടുത്ത് പറയുന്നത്. പിന്നെ ഇവിടെ ക്രൂസ്, ബാക്കിയുള്ള കൺട്രോൾസും ഒക്കെ നമുക്ക് കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കുമ്പോൾ 65,000 കിലോമീറ്ററാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ സൈഡ് പോർഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇവിടെ പ്ലാറ്റ്ഫോം ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ റിയർ ഭാഗത്തെ സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമുക്കിവിടെ വിശദമായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് പാസഞ്ചർ സൈഡിൽ നിന്ന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയും സീറ്റ്സൊക്കെ നല്ല ഡോർ പാഡ്സൊക്കെ നല്ല നീറ്റായിട്ട് ഡോർ പാഡ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കൂടെ കാണാം. ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ എസിയുടെ വെൻ്റ് കാര്യങ്ങളും വരുന്നില്ല. ലെഗ് റൂമൊക്കെ നല്ല ന്യായമായിട്ടുള്ള ലെഗ് റൂമുണ്ട്. ഇഷ്ടംപോലെ സ്പേസ്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഇവിടെ പാർസൽ ട്രേ ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പാർസൽ ട്രേ നമുക്ക് കൂടെ കാണാൻ പറ്റും.
അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സും കൂടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടും എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എസ് ക്രോസിൻ്റെ ഒരു എഞ്ചിൻ ഭാഗം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീസൽ എഞ്ചിനെ വന്നേക്കണം. അതിൻ്റെ രീതിയിലുള്ള സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഇനി നോക്കാം. കാണാം, നല്ല നീറ്റായിട്ട് ഇങ്ങനെ ആ ഒരു എഞ്ചിൻ പോർഷൻ നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ എഡ്ജസ്സൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാം. ഇവിടെയും നോക്കാം, ബാറ്ററി നോക്കാം. ബാറ്ററി നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ എഡ്ജസ് നോക്കാം. എഡ്ജസ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാം. കണ്ടോ, നീറ്റായിട്ട് ഇരിക്കുന്ന എഡ്ജസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ലിഡാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇത് നമുക്കിനി ബൂട്ടിലേക്കൊന്ന് വേഗം. ബൂട്ട് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബൂട്ട് നമുക്ക് കൂടെ കാണാം. ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാവിഷായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗിട്ടായാലും വീണ്ടും നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ലിഡും നമുക്കിവിടെ കാണിക്കേണ്ടത്. ഇനി നമുക്ക് സ്പെയർ വീലിലേക്കൊന്ന് നോക്കാം. സ്പെയർ വീൽ നോക്കുമ്പോൾ നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സൊക്കെ ഒന്നുണ്ട്. അല്ല, നല്ല നീറ്റായിട്ടിരിക്കുന്ന സ്പെയർ വീൽ പോകുന്നു നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്കിനി റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സീറ്റ ഓപ്ഷനിൽ വന്നേക്കുന്ന ഡീസൽ വണ്ടിയാണ്. ഡീസൽ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി വന്നേക്കാണ്. നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുന്ന വാഹനമാണ്. നമുക്കിനി ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കണേക്കാൾ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായ അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 9.5 ലക്ഷം രൂപയാണ്. 9.25 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതിലൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.